യദു ഇപ്പോൾ പാലക്കാട് പ്രചാരണങ്ങളൊക്കെ കഴിഞ്ഞു, കെട്ടുകലാശം കഴിഞ്ഞു. നാളെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വലിയൊരു പ്രശ്നത്തിലേക്ക് BJP മാറിയിരിക്കുകയാണ്. അതായത് വോട്ടിന് നോട്ട് എന്നൊരു പ്രക്രിയ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ശോഭാ സുരേന്ദ്രൻ കൈക്കൂലി കൊടുത്തു എന്നുള്ള വാർത്തകളൊക്കെ കണ്ടു കാണും. ഇപ്പൊ ആ വാർത്തയിൽ പ്രതികരിച്ച് ശോഭാ സുരേന്ദ്രൻ തന്നെ മാധ്യമങ്ങളെ കണ്ടു. അപ്പോൾ വളരെ പൊട്ടിത്തിരിക്കുന്ന രീതിയിലായിരുന്നു മറുപടി. മാത്രമല്ല, ഈ പറയുന്നത് പോലെ തന്നെ മീഡിയ വൺ ചാനൽ ആണ് ആദ്യം ഇത് പുറത്തുവിട്ടത്. ഈ ഒരു വീഡിയോ കൊടുത്ത റിപ്പോർട്ടർക്കെതിരെ കേസും നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല, ഈ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങളോട് ഒരു പൂർണ്ണമായിട്ടുള്ള ഉത്തരം നൽകാൻ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രന് കഴിയുന്നില്ല. ആകെ മെഴുകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോ ഈ ഒരു തെരഞ്ഞെടുപ്പ് നാളെ നടക്കാനിരിക്കെ ഇതൊക്കെ വലിയ രീതി ബാധിക്കത്തില്ല BJP-നെ? അല്ല, BJP സംബന്ധിച്ച് BJP സമാനതകളില്ലാത്ത ഒരു കുരുക്കിലാണ് ഇപ്പോൾ പാലക്കാട് വീണിരിക്കുന്നത്, അല്ലെങ്കിൽ എത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം BJP-ക്ക് വലിയ തോതിൽ പ്രതീക്ഷ അവർ കൽപ്പിക്കുന്ന ഒരു ജില്ലയായിരുന്നു പാലക്കാട്. അതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, രമേശ് പിഷാരടി ആക്റ്റീവായ ഒരു രാഷ്ട്രീയക്കാരനല്ല എന്നതും, മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഇല്ല എന്നുള്ളതും വലിയ ആശ്വാസമായി BJP തുടക്കത്തിലെ കണ്ടിരുന്നു. എന്ന് മാത്രമല്ല, BJP A ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ കൊടുത്തിരിക്കുന്ന ഒരു മണ്ഡലമാണ്. ശോഭാ സുരേന്ദ്രൻ അവിടെ വരുന്നു. പ്രചാരണ രംഗത്തൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന് BJP വിലയിരുത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPയും കോൺഗ്രസും ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ്, അതായത് ഈ ശ്രീധരനും ഷാഫി പറമ്പിലും ഉണ്ടായിരുന്ന സമയത്ത് 4000-ത്തിനടുത്ത് വോട്ടിൻ്റെ മാർജിനിലാണ് ഷാഫി പറമ്പിൽ ജയിച്ചത്. അപ്പോൾ സമാനമായ രീതിയിൽ ഒരു വലിയ ടൈറ്റ് ഫൈറ്റ് വരികയും നിഷ്പക്ഷമതികളായ ആളുകളുടെ വോട്ട് കൂടുതലായി ശോഭാ സുരേന്ദ്രൻ സമാഹരിക്കുകയും അങ്ങനെ ശോഭാ സുരേന്ദ്രൻ ഒരു അനായാസ വിജയം, അല്ലെങ്കിൽ ഒരു വലിയൊരു വിജയം അവിടെ ഉണ്ടാകും എന്നുമൊക്കെ BJP കരുതിയിരുന്നതാണ്. പക്ഷേ തുടരെ BJP ക്യാമ്പിൽ നിന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രനെതിരായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പുറമേ നിന്നുള്ളവരാരുമല്ല ശോഭാ സുരേന്ദ്രനിട്ട് പണിയുന്നത്. ശോഭാ സുരേന്ദ്രനിട്ട് പണിയുന്നത് BJP ക്യാമ്പിന് ഉള്ളിൽ നിന്നുള്ളവർ തന്നെയാണ്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടു, രമേശ് പിഷാരടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ അവരുടെ സഹപ്രവർത്തകർക്കൊപ്പം ഒരു ക്ഷേത്രത്തിലേക്ക് പോകാൻ പോകുന്നു. അതൊരു BJP-ക്കാർ കുറച്ച് താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടുത്തെ കുറച്ച് BJP-ക്കാർ പൊടുന്നനെ രമേശ് പിഷാരടിയെ തടയുന്നു. പിഷാരടി ഉൾപ്പെടാത്ത പല വിഷയങ്ങളിലും പിഷാരടി മറുപടി പറയണം, അല്ലെങ്കിൽ അതുകൊണ്ട് പിഷാരടിക്ക് ഇവിടെ വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായ ഫാസിസമാണ് അന്ന് നടപ്പാക്കിയത്. ഇതാ ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ശോഭാ സുരേന്ദ്രനൊപ്പം വാഹനത്തിൽ ഉണ്ടായിരുന്നയാൾ തന്നെയാണ് അവിടെ ഒരു പണം കൊടുത്തതായിട്ടുള്ള വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ പക്ഷേ എന്താണ് ചെയ്തത്? മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് അങ്ങനെ ഒരാൾ അവിടെ ഇല്ല, താനും പ്രമീള ശശിധരനും മാത്രമേ വാഹനത്തിൽ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ വേറെ സ്ത്രീകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളോട് ചാടിക്കടിക്കുകയാണ്. പക്ഷെ തൊട്ടു പിന്നാലെ കോൺഗ്രസ് ഈ സ്ത്രീ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും അത് വ്യക്തമായി തന്നെ ലോകത്തിന് മുന്നിൽ കാണിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? BJP-ക്ക് അവിടെ കാര്യമായ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം വളരെ മയപ്പെട്ട്, വളരെ ചിരിച്ച്, വളരെ സമാധാനത്തോടു കൂടിയൊക്കെ ആളുകളോട് സംസാരിച്ച ഇടത് വലത് മുന്നണികളെ മാറി മാറി ചീത്ത വിളിക്കുമ്പോൾ മാത്രം ഗൗരവ സ്വഭാവം എടുക്കുന്ന ശോഭാ സുരേന്ദ്രൻ, അല്ലാത്ത സമയത്തൊക്കെ വളരെ മര്യാദയ്ക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ഇന്ന് വിറളി പിടിച്ച് വല്ലാത്ത രീതിയിൽ ഉറഞ്ഞു തുള്ളുന്നൊരു കാഴ്ചയാണ് കേരളം കണ്ടത്. എന്തിനാണ് ശോഭാ സുരേന്ദ്രൻ അത് ചെയ്തത്? അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു നോട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രൻ നിയമപരമായിട്ട് പോയാൽ പോരെ? അപ്പോഴേക്കും ഞാനൊരു സ്ത്രീയാണ്, എൻ്റെ വീഡിയോ എടുക്കാൻ നീ ആരുടെ അടിച്ച് പല്ലു ഒഴിക്കും, ആ രീതിയിലേക്കൊക്കെ ഉള്ള വളരെ മോശമായ രീതിയിൽ ഒരു സ്ഥാനാർത്ഥിക്കെന്നല്ല, ഒരു പൊതുപ്രവർത്തകയ്ക്ക് ചേരാത്ത വിധത്തിലൊക്കെ ഉറഞ്ഞു തുള്ളുന്ന ശോഭാ സുരേന്ദ്രനെ കണ്ടപ്പോൾ തന്നെ മലയാളികൾക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായിട്ടുണ്ട്. അതായത് ഇവിടെ എന്തൊക്കെയോ BJP-ക്ക് പണിയായി വന്നിട്ടുണ്ട്. അത് BJP-ക്കാർ തന്നെ ശോഭാ സുരേന്ദ്രനിട്ട് കൊടുത്ത പണിയാണോ, അതോ ശോഭാ സുരേന്ദ്രനും ടീമും മണ്ടത്തരത്തിലൂടെ പോയി വീണതാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതായത് ഈ ശോഭാ സുരേന്ദ്രന് BJP-ക്ക് വലിയൊരു പ്രതീക്ഷ, ഏത് പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രതീക്ഷയാണ്. നമ്മളൊക്കെ അവിടെ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് പോയപ്പം നമുക്കറിയാൻ സാധിച്ചത് BJP-ക്ക് വലിയൊരു അനുകൂലമുണ്ട് അവിടെ. ഈ ശോഭാ സുരേന്ദ്രനെ സ്നേഹിക്കുന്നവരും സ്വീകരിക്കുന്നവരും കുറേ പേരുണ്ട്. മാത്രമല്ല, പാലക്കാടിൽ 3ാമത്തെ തവണയാണ് ശോഭാ സുരേന്ദ്രൻ വരുന്നത്. അപ്പൊ അങ്ങനെ കുറേയേറെ ഒരു വലിയ രീതിയിലുള്ളൊരു സ്വാധീനം ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. പക്ഷേ പെടുന്നനെ ആയിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. അതായത് പൈസ കൊടുത്ത്
വോട്ട് ചോദിക്കുന്ന ഒരു നയത്തിലേക്ക് BJP മാറിയത് മറ്റുള്ളവരെ അറിഞ്ഞു. മാത്രമല്ല ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ശോഭാ സുരേന്ദ്രന് വലിയ ഒരു പ്രശ്നത്തിലേക്ക് ഈ ഒരു BJPയും എല്ലാം ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് പോയി. എന്തായാലും ശോഭാ സുരേന്ദ്രന് ഒരു ഹാലിളക്കം ഉണ്ടായത് അവിടെയാണ് ഞാനൊരു പോയിന്റ് പറയാൻ ഉദ്ദേശിച്ചത്. അതായത് ഈ ശോഭാ സുരേന്ദ്രന് ഹാലിളക്കം ഉണ്ടായത് ഈ വിധത്തിൽ ശോഭ ഉറഞ്ഞു തുള്ളിയത് BJPക്കാർ തനിക്കിട്ട് പണതു എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് ശോഭാ സുരേന്ദ്രന്റെ ജയസാധ്യത അല്ലെങ്കിൽ മുന്നേറ്റ സാധ്യത ഇല്ലാതാക്കാൻ കൂടെ നിന്ന് കാലുവാരിയവർ ഒപ്പിച്ച പണിയാണോ ഈ നോട്ട് വിതരണ കഥ അല്ലെങ്കിൽ അത്തരത്തിൽ ചില വിഷയങ്ങൾ എന്നുള്ളത് കൂടി BJPക്കുള്ളിൽ ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. അല്ലെങ്കിൽ ഒരു മുന്നണി ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് അവർ തിരിച്ചറിയുന്ന ഘട്ടത്തിൽ ഇമാതിരി പണികൾ അവർ പരസ്യമായിട്ട് ചെയ്യില്ല. ഇത് പരസ്യമായി ഇങ്ങനെ നോട്ട് വിതരണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അത് ശോഭയ്ക്കിട്ട് പണിതാണോ എന്നുള്ള ചർച്ചകളും ഉയരുന്നുണ്ട്. ഇപ്പൊ എന്താ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരത്തിലിരുന്നത് കിട്ടിയതും ഇല്ല, കക്ഷത്തിരുന്നത് പോയ ഒരവസ്ഥയാണ് BJPയുടെ പറയേണ്ടത്. എന്തായാലും ഇതിനു മുമ്പ് നമുക്കറിയാം, ഇതിനു മുമ്പും മറ്റേ പിഷാരടി അമ്പലത്തിൽ കയറ്റാതെ അല്ലെങ്കിൽ ആ പരിസരത്ത് വോട്ടുകൾ ചോദിക്കാൻ ചെന്നപ്പോൾ പോലും പിഷാരടിയെ തകർക്കുന്നവരെയൊക്കെയാണ് കണ്ടത്. അപ്പം ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ജനങ്ങൾ കാണുകയാണ്. അതുകൊണ്ട് നാളെ വിധിയെഴുത്തിന് വേണ്ടി ഓരോ ആളുകളും അവിടെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നതുകൊണ്ട്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ പണത്തിന് മീതെ പരുന്തും പറക്കും എന്നൊരു ചൊല്ല് പറയുന്നത് പോലെ തന്നെ നാളെ പണത്തിന് മീതെ പാലക്കാട് പറക്കാനുള്ള സാധ്യതയൊക്കെ കാണുമോ? ഇങ്ങനെയൊക്കെ അതിനുള്ള മറുപടി ഷാഫി പറമ്പിൽ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. പാലക്കാടിന്റെ മണ്ണ് എന്ന് പറയുന്നത് വർഗീയതയ്ക്കോ പണത്തിനോ വഴിപ്പെടുന്ന ഒരു മണ്ണല്ല. കാലങ്ങളായി അവിടെ കോൺഗ്രസ് ജയിക്കുകയാണ്. ഷാഫി പറമ്പിൽ തുടർച്ചയായി ജയിച്ചിരുന്ന മണ്ഡലമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ 18,000-ലധികം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷം ഇട്ട മണ്ഡലമാണ്. അവിടെ ഒരിക്കലും ഈ പറയുന്നത് പോലെ ഒരു വർഗീയത ആളിക്കത്തിച്ച് പണമെറിഞ്ഞ് വോട്ട് പിടിക്കുക എന്നുള്ളത് നടക്കുകയില്ല. BJP അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും വിജയിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല എന്ന് തന്നെയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലായാലും ഷാഫി പറമ്പിലായാലും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞത്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇതിലും ചില വർഗീയത കലർത്താൻ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ബന്ധം കൊണ്ടുവരാനൊക്കെയുള്ള ചില ശ്രമങ്ങൾ ശോഭാ സുരേന്ദ്രൻ്റെ വാർത്താ സമ്മേളനത്തിലുണ്ടായിട്ടുണ്ട്. അട്ടാപടലം ഈ പറയുന്ന ഉരുണ്ടു പെരണ്ട് നടത്തിയ ഒരു വാർത്താ സമ്മേളനമാണ് ശോഭാ സുരേന്ദ്രൻ. വാർത്താ സമ്മേളനം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ ശോഭാ സുരേന്ദ്രനെ കണ്ടപ്പോൾ ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ഉരുണ്ടു പെരണ്ട് നാണം കെടുന്ന ശോഭാ സുരേന്ദ്രനെയാണ് നമ്മൾ കണ്ടത്. നമുക്ക് ആ ബൈറ്റ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കാം. അതിൽ കാണുന്നില്ല. അതിന് കേരളത്തിലെ ഞാൻ പറയട്ടെ, പോലീസ് മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറെ ചോദ്യം ചെയ്യണം. അതെന്തിനാ റിപ്പോർട്ടറെ ചോദ്യം ചെയ്യണമെന്ന് ഞാൻ അല്ലല്ല ആദ്യം അതായത് എങ്ങനെ മീഡിയ വണ്ണിന് മാത്രം എങ്ങനെ ഈ ദൃശ്യം തത്സമയം കിട്ടി? നിങ്ങൾ പറയട്ടെ, നിങ്ങൾ ആ സ്ത്രീയുടെ മുഖം എവിടെ? ആ സ്ത്രീ അങ്ങനെയാണെങ്കിൽ ആ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന വെള്ള ചുരിദാറിട്ട സ്ത്രീ, ബാക്ക് സീറ്റിൽ വെള്ള ചുരിദാറിട്ട ഒരാളും എന്റെ കാറിലില്ല. നോക്കൂ രേഷ്മ, എങ്ങനെ ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ സാധിക്കുന്ന ഒരു സ്ത്രീക്ക് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. കാരണം ഇന്നിപ്പോൾ കോൺഗ്രസ് ഇതോടകം തന്നെ ആ സ്ത്രീ ബാക്കിൽ, കാറിന്റെ ബാക്കിൽ, ശോഭാ സുരേന്ദ്രന്റെ വാഹനത്തിന്റെ ബാക്കിൽ ഉണ്ടായിരുന്ന ഒരു വെള്ള സാരി ഉടുത്ത സ്ത്രീയുടെ ദൃശ്യം പുറത്തുവിട്ടിട്ടുണ്ട്. ആ സ്ത്രീ വെള്ള ചുരിദാർ, ആ സ്ത്രീ തന്നെ പണം കൊടുക്കുന്നതായിട്ടുള്ള, ആ ബാഗിൽ നിന്ന് എന്തോടുത്ത് കൊടുക്കുന്നതായിട്ടുള്ള വീഡിയോ അത് പണമാണ് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യഘട്ട വീഡിയോ പ്രചരിച്ചത്. അപ്പോൾ ആ സ്ത്രീ ആ കാറിലിരിക്കുകയും ആ തർക്കമുണ്ടാകുമ്പോൾ നിന്റെ മുഖമടച്ച് പൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞ് ശോഭാ സുരേന്ദ്രൻ ഒരു കൊച്ചു പയ്യൻ്റെ അടുത്ത് തട്ടിക്കയറാണ്. ഞാനൊരു സ്ത്രീയാണ്, എൻ്റെ പടം എൻ്റെ അനുമതിയില്ലാതെ എടുക്കരുത്. ആരോടാണ് ഈ ശോഭാ സുരേന്ദ്രൻ ഇത് പറയുന്നത്? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സ്ഥാനാർത്ഥിയുടെ വീഡിയോ എടുക്കരുത്, എന്നോട് ചോദിക്കാതെ എടുക്കരുത് എന്നൊക്കെ പറയുന്നത് എന്ത് ബാലിശമായിട്ടുള്ള കാര്യമാണ്. ദിവസം 1000-കണക്കിന് പേര് ശോഭാ സുരേന്ദ്രന്റെ വീഡിയോയും ചിത്രവും അവർ പ്രചാരണം നടത്തുമ്പോൾ എടുക്കും. അതിൽ പലരും ഇവരെ ട്രോളാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. ഇത് തെരഞ്ഞെടുപ്പ് കാലത്തുള്ള നാട്ടു നടപ്പാണ്, എല്ലായിടത്തും സംഭവിക്കുന്നതാണ്. അത് പാടില്ല എന്ന് പറയുന്നത് ഒന്നാം തരം ഫാസിസമാണ്, ഈ താലിബാനിസം എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പൊ പിന്നെ ശോഭാ സുരേന്ദ്രൻ ഒരു കാര്യം ചെയ്യും, പറത്തിട്ടുണ്ട് നടക്ക്, ഒരു പർദ്ദയും ഇത് ഇട്ടിട്ട് ഞാൻ കാണേണ്ട ആളുകൾ വരുമ്പോൾ മാത്രം അങ്ങ് പൊക്കിയാൽ മതി.
അപ്പം ഈ വിധത്തിലൊക്കെ ബാലിശമായ ആരോപണങ്ങൾ ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചതോടുകൂടി ജനങ്ങൾക്ക് സംശയമേറുകയാണ്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ആദ്യം പറഞ്ഞ എന്താ, മീഡിയ വണ്ണിന് ഈ വിഷ്വൽ എവിടുന്ന് കിട്ടി, അതിനെക്കുറിച്ച് അന്വേഷിക്കണം. മീഡിയ വണ്ണിന് ഇതെങ്ങനെ ആദ്യം കിട്ടി? മീഡിയ വണ്ണ് അപ്പോൾ തന്നെ മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ടറുണ്ട് സാജിദ് അജ്മൽ, പാലക്കാട് റിപ്പോർട്ടറാണ് അദ്ദേഹം. കുറേ നാളുകളായിട്ട് ശോഭാ സുരേന്ദ്രനുമായിട്ട് ബൈറ്റ് എടുക്കുമ്പോഴൊക്കെ പല വിധത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മീഡിയ വൺ ഈ വിധത്തിൽ ഞങ്ങൾ മീഡിയ വണ്ണോടൊന്നും പറയുന്നില്ല എന്നൊക്കെ പലതരത്തിൽ ഈ മീഡിയ വൺ കാണുന്നതേ BJPക്ക് കലിയാണ്. അപ്പോൾ BJPയും സംഘപരിവാറിനെയും എതിർക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ്, BJPയെ ഭയക്കാത്ത സ്ഥാപനമാണ്. സ്വാഭാവികമായിട്ടും ഒരു ദേഷ്യം ഉണ്ടാവും. അപ്പോൾ മീഡിയ വണ്ണിന് ഈ വിഷ്വൽ എങ്ങനെ കിട്ടി, എന്നാലും ഈ വിഷ്വൽ എങ്ങനെ വന്നു, ഈ വിഷ്വലിലുള്ളത് സത്യമാണോ, അല്ലെ വിഷ്വൽ കാണുന്നത് എന്താണ്, ഇതിൻ്റെ യാഥാർത്ഥ്യം, ആ കൊടുത്തത് എന്താണ്, ഇതിനെക്കുറിച്ചൊന്നും ശോഭാ സുരേന്ദ്രൻ സംസാരിക്കുന്നില്ല. എന്നാൽ മീഡിയ വണ്ണിൻ്റെ ദൃശ്യങ്ങൾ ആദ്യം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ സാജിദ് അജ്മൽ എന്ന മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ടറുടെ കഴിവാണ് മാഡം. അപ്പോൾ തന്നെ മറ്റു റിപ്പോർട്ടർമാർ പറയുന്നുണ്ട് അവർക്ക് മാത്രമല്ല എല്ലാവരുടെ കയ്യിലും ഉണ്ട് വിഷ്വൽ, എല്ലാ ചാനലുകളും സംപ്രേഷണം ചെയ്തിട്ടുണ്ട്, കോൺഗ്രസ് അവരുടെ ഒഫീഷ്യലായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനു മുമ്പേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച്, അതായത് ഈ ദൃശ്യങ്ങൾ ആര് പുറത്തുവിട്ടു, അവരുടെ മെറിറ്റ് എന്താണ്, അല്ലെങ്കിൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് മീഡിയ വണ്ണാണ്, അതുകൊണ്ട് ഇതൊരു കുഴപ്പം പിടിച്ച പരിപാടിയാണ് എന്നതിനപ്പുറം ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്താണ്, പണം കൊടുത്തിട്ടില്ല, ഇത് പണം കൊടുത്തു എന്നതിൻ്റെ തെളിവുകളല്ല, ഇത് വീഡിയോ ആണെന്നെങ്കിലും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞാൽ മതി. ഇതൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന അവരുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ്, ഇയാളും കിടന്ന് മെഴുകലോട് മെഴുകലാണ്. ഒരു കൃത്യമായ മറുപടി ചോദ്യങ്ങൾക്ക് എവിടെയുമില്ല. മാധ്യമങ്ങൾ എന്താണ് കെട്ടിച്ചമച്ച കഥയാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കിയതാണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തനം കാണിക്കുന്ന ഈ സാരി കൊടുക്കുന്ന ചിത്രമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചില ചിത്രങ്ങൾ കാണിക്കുമ്പോൾ പറയാണ് ഇത് സാരി കൊടുക്കുന്നതല്ലോ, സാരി പിടിക്കുന്നതല്ലേ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് സാരി കൊടുക്കാതെ രണ്ടാളും കൂടി ഒരു സാരി ഇങ്ങനെ പിടിച്ചു നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അത് സാരിയുടെ വല്ല പരസ്യമാണെങ്കിലല്ലേ അങ്ങനെ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ BJPക്ക് ഇവിടെ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് അറിയില്ല. കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്, അടിയന്തരമായി റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഗൗരവതരമായ സ്ഥിതിവിശേഷമാണ് എന്നൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അതിനപ്പുറം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങൾ ഇത് വിലയിരുത്തുന്നുണ്ട്, പ്രത്യേകിച്ച് പാലക്കാട്ടെ വോട്ടർമാർ. ഇവിടെ പാലക്കാടിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ല അവിടെ എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആയി BJPക്ക് തോന്നിയെങ്കിലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായ പങ്കുണ്ട്. അതായത് ഇങ്ങനെ ഒരു നടപടി അവിടെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസ് പ്രവർത്തകരും വിജിലൻ്റ് ആയിരുന്ന് ദൃശ്യങ്ങൾ ശേഖരിച്ച് പുറത്തുവിട്ടതാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അവസാന ലാപ്പിൽ ശോഭാ സുരേന്ദ്രൻ ഇത്രയും വലിയ ഒരു തിരിച്ചടി ഉണ്ടായത് ഈ വിഷയങ്ങൾ മുഴുവൻ, അതായത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും രമേശ് പിഷാരടിക്കെതിരെയും ഒക്കെ BJP ഇത്രയും നാൾ നടത്തിയ ക്യാമ്പയിനുകളൊക്കെ പൊടുന്നനെ ഈ ഒരൊറ്റ വിഷയത്തിലേക്ക് ചുരുങ്ങുകയാണ്. എന്ന് മാത്രമല്ല വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് കലമുടച്ചു കളഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കിടന്ന് ഇവർ ഉരുളേണ്ട ആവശ്യമില്ലല്ലോ, കൃത്യമായി ഇവർക്ക് മറുപടി പറയാമല്ലോ. ഇത് നോക്കുക, കരണമടിച്ചു പൊട്ടിക്കും എന്നൊക്കെ ഒരു യുവാവിനോട് പറയുകയാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ സാങ്കത്യം? ഒരു സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരാൾ ഇങ്ങനെ എവിടെയെങ്കിലും ഇടപെട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശോഭാ സുരേന്ദ്രൻ ഒരു പയ്യനോട് പറയുന്നത് നിൻ്റെ കരണമടിച്ചു പൊട്ടിക്കുമെന്ന്? അയാളൊരു വീഡിയോ എടുത്തു, അല്ലെങ്കിൽ ഫോട്ടോ എടുത്തു, അതിലെന്താണ് ഇത്ര തെറ്റ്? ഒരു പൊതുയിടത്തിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി, BJPയുടെ സ്ഥാനാർത്ഥിയാണെങ്കിലും ഒരു പൊതുപ്രവർത്തകയാണ്, അവർ വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വീഡിയോ എടുക്കുകയാണെങ്കിൽ അതിലെന്താണ് ഇത്ര പ്രശ്നം? അതാണ് ഇതിലെ ചോദ്യം. അപ്പോൾ തുടക്കം മുതലേ പ്രതിരോധത്തിലാണ്, വെപ്രാളത്തിലാണ്, വലിയ തോതിൽ വിറളി പിടിച്ചിട്ടുണ്ട് BJP ക്യാമ്പിന്. ശോഭാ സുരേന്ദ്രൻ ഇത് ന്യായീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ വസ്തുത. മാധ്യമങ്ങളെ കാണാൻ വന്നിട്ട് അവിടെയും ശോഭാ സുരേന്ദ്രൻ തേഞ്ഞൊട്ടുന്ന കാഴ്ചയാണ്. എന്നിട്ട് പറയുകയാണ് ഷാഫി പറമ്പിലിൻ്റെ കുറേ കഥകൾ എൻ്റെ കയ്യിലുണ്ട്, 15ഉം 16ഉം വയസ്സായ പെൺകുട്ടികളെ പീഡിപ്പിച്ചവരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ്. ആദ്യം പറഞ്ഞു മീഡിയ വണ്ണാണ് ഇത് ആദ്യം പുറത്തുവിട്ടത്, അതിൻ്റെ കുഴപ്പമാണെന്ന് പറയുന്നു. പിന്നെ പറയുന്നു ഷാഫി പറമ്പിൽ പെണ്ണുപിടിയനാണ്, അല്ലെങ്കിൽ ഷാഫി പറമ്പിലുമായിട്ട് ബന്ധപ്പെട്ട ചില കേസുകളുണ്ട്, ചില ആളുകൾ എന്നെ വന്ന് കണ്ടിട്ടുണ്ട്, ഇനിയും എന്നോട് കളിച്ചാൽ ഞാനതൊക്കെ പുറത്തുവിട്ട്. ഇതൊക്കെ ഭീഷണിയല്ലേ? ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ വരുമ്പോൾ പയ്യനോട് പോലും സംസാരിച്ചത് ഭീഷണി രീതിയിലായിരുന്നു. അല്ല, അതാണ് ഇതിൻ്റെ കുഴപ്പം. ഇപ്പോൾ പാലക്കാട്ടെ ജനങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിലെ ജനാധിപത്യത്തെ ബഹുമാനിക്കുന്ന ജനത, അവർ ചിന്തിക്കുന്നത് എന്താണ്? BJPക്ക് ഒരു MLA പോലും ഇവിടെ ഇല്ല. BJPക്ക് പ്രതീക്ഷയുണ്ട് എന്ന് പറയുന്നൊരു മണ്ഡലത്തിൽ ഒരല്പം പ്രതീക്ഷ വന്നപ്പോൾ തന്നെ ഇവറ്റകൾ ഇങ്ങനെയാണ് പെരുമാറുന്നത്. ധാർഷ്ട്യം, ധിക്കാരം, അഹങ്കാരം, ജനാധിപത്യ വിരുദ്ധത, ഫാസിസം. അപ്പോൾ ഇവരെയൊക്കെ ജയിപ്പിച്ച് ഇവർക്കൊരു സീറ്റ് കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ?
സാധാരണ ജനങ്ങൾ ചിന്തിക്കും. കാരണം പാലക്കാട് ശോഭാ സുരേന്ദ്രന് ജയിക്കണമെങ്കിൽ BJP-ക്കാരുടെ മുഴുവൻ വോട്ട് കിട്ടിയിട്ട് കാര്യമില്ല. അവർക്ക് നിഷ്പക്ഷമതികളായ വോട്ടുകൾ ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീജനങ്ങളടക്കമുള്ള ആളുകളുടെ വോട്ട് ആവശ്യമുണ്ട്. ഇങ്ങനെ കിടന്ന് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി വെപ്രാളപ്പെട്ട് മറ്റുള്ളവരെ ചീത്ത വിളിച്ച് അടിച്ച് പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലൊരു ഫാസിസ്റ്റ് മനോഭാവത്തിൽ, അതിപ്പോൾ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടി ഒരു സമരം ചെയ്യുന്നതിനിടയിലാണ് ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ വീറോടെ വാശിയോടെ പ്രതികരിക്കുന്നതെങ്കിൽ ജനങ്ങൾ കൂടെ നിൽക്കും. പക്ഷേ ഇത് അവരുടെ ഒരു കള്ളം പിടിച്ചപ്പോൾ, അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ അതിനെതിരെ മാന്യമായ മറുപടി പറയാതെ ഈ വിധത്തിൽ കിടന്ന് തിളയ്ക്കുന്നത് അത് അവർക്ക് അവർ തന്നെ തീർക്കുന്ന കുഴിയായി മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ശോഭാ സുരേന്ദ്രൻ്റെ ജയസാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന വിധത്തിൽ ഇത്തരത്തിൽ നിരന്തരമായി വിവാദങ്ങൾ പാലക്കാട് നിന്ന് വരുന്നതിന് പിന്നിൽ ശോഭയുടെ തോൽവി ആഗ്രഹിക്കുന്ന BJP-യിലെ കുലംകുത്തികളാണോ എന്നുള്ള ചർച്ച വളരെ സജീവമായിട്ടുണ്ട്. ഒരുപക്ഷെ അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ ശോഭാ സുരേന്ദ്രൻ ഇത്രയും വയലൻ്റായി, ഇത്രയും പിടിവിട്ട നിലയിൽ പെരുമാറുന്നത് എന്നും സംശയിക്കേണ്ടതുണ്ട്.